إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റേത്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർത്തു പറഞ്ഞ ചില വ്യക്തികളുണ്ട്, മനുഷ്യരുണ്ട്. അതിൽ ഒരാളാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. അല്ലാഹുവിലേക്ക് മുഖം തിരിച്ച, അള്ളാഹുവിന് കീഴ്പ്പെട്ട മനുഷ്യനേക്കാൾ നല്ല മതം സ്വീകരിച്ചവനാരുണ്ട്? വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരുകയും ചെയ്തവനേക്കാൾ നല്ല മതം സ്വീകരിച്ചവനാരുണ്ട്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ തന്റെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. സൂറത്തുൽ നിസായിലെ 125-ാമത്തെ ആയത്ത്. അള്ളാഹു ഇബ്രാഹിം നബിയെ തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീലായി സ്വീകരിക്കാൻ മാത്രം മഹത്വമുള്ള ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം നബി. പല പേരുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രസിദ്ധനാണ്. അബുൽ അംബിയാ പോലെ ഉലുൽ അസ്മുകളിൽ എണ്ണപ്പെട്ട നബിയാണ്. നോക്കൂ, ഇനി നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഹജ്ജിന് വേണ്ടി യാത്രക്കൊരുങ്ങി, പലരും യാത്ര പുറപ്പെട്ടു. ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിലുള്ള പലരും നമ്മളോട് യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓർക്കുന്ന മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഒരിക്കൽ കൂടി ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളെയും ഒക്കെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. നമുക്ക് ഈ മഹാനായ പ്രവാചകനുമായി വലിയൊരു ബന്ധമുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടും. ഖുൽ സദഖല്ലാഹ്. പറയൂ പ്രവാചകരെ, അല്ലാഹു പറഞ്ഞതെത്ര സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. ഋജുമാനസനായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. നല്ല മുവഹിദായിരുന്നു, നല്ല മുസ്ലിമായിരുന്നു, നല്ല മുഅ്മിനായിരുന്നു. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ
നിങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് ആവർത്തിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലേ? വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ച ആ ആയത്തിലും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട്. മില്ലത്ത് എന്ന് പറഞ്ഞാൽ ചര്യ, മതം, ദീൻ, ജീവിത രീതി എന്നൊക്കെ നമുക്കതിന് അർത്ഥം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട്. വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം നബി തന്റെ ജനതയോട് പറഞ്ഞു, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു. അഥവാ ശിർക്കിൽ നിന്ന് പൂർണ്ണമായും ബറാഅത്ത് പ്രഖ്യാപിച്ച, പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അഖീദയാണ്, ഇബ്രാഹിം നബിയുടെ തൗഹീദാണ് നമുക്ക് മുന്നിലുള്ള ഇബ്രാഹിം നബിയുടേതായി നമ്മൾ പിന്തുടരേണ്ട ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തൗഹീദിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി ജീവിച്ചത്. ആ തൗഹീദിന് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചത്. ആ തൗഹീദിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് യാത്രകൾ ചെയ്തത്. നോക്കൂ, സ്വന്തം വാപ്പയോട് സ്നേഹത്തോടുകൂടി ഇബ്രാഹിം നബി സംസാരിക്കുന്നു. വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. വാപ്പ, നിങ്ങൾ എന്തിനാണ് കാണാൻ കഴിവില്ലാത്ത, കേൾക്കാൻ കഴിവില്ലാത്ത, താങ്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഈ വസ്തുക്കൾ ആരാധിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി. സൂറത്ത് മറിയമിലെ 41 മുതൽ 48 വരെയുള്ള ആയത്തുകൾ ഒരു പുത്രന്റെ പിതാവിനോടുള്ള മുഴുവൻ സ്നേഹവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഇബ്രാഹിം നബിയുടെ സംസാരം. എന്റെ പൊന്നുപ്പ, ഇതാ നിങ്ങൾ എന്തിന് ഈ വസ്തുക്കൾ ആരാധിക്കുന്നു? എന്റെ പൊന്നുപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത ചില ഇൽമുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. യാ അബത്തി ലാ തഅബുദി ശൈത്വാൻ, യാ അബത്തി ഇന്നി അഖാഫ് എന്ന് ആവർത്തിച്ച് എന്റെ പൊന്നാര ഉപ്പ, എന്റെ പ്രിയപ്പെട്ട പിതാവെ എന്ന് സ്നേഹത്തോടുകൂടി തന്റെ പിതാവിനെ തൗഹീദ് പഠിപ്പിക്കുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നു. വ ഇബ്രാഹിം ഇദ് ഖാല ലിഖൗമിഹി, തന്റെ ജനതയോട് ഇബ്രാഹിം നബി പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ വത്തഖൂ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, നിങ്ങൾ അവനെ സൂക്ഷിച്ചു ജീവിക്കുക. നിങ്ങൾ അറിവുള്ള സമൂഹമാണെങ്കിൽ നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്തിനാണ് യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? യാതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്ക് മുന്നിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കുന്നത് എന്ന് സൂറത്ത് അൻകബൂത്തിന്റെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ തന്റെ ജനതയോട് സംസാരിക്കുന്നത് ഇബ്രാഹിം നബിയുടേതായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ നോക്കൂ, സൂറത്ത് അൽ ബഖറയിലെ 258 ആയത്ത് വളരെ യുക്തിസഹമായി ഭരണകൂടത്തോട് തൗഹീദിന്റെ കാര്യത്തിൽ സംവദിക്കുന്ന ഇബ്രാഹിം നബിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി തർക്കിക്കുന്നത്, വാഗ്വാദം നടത്തുന്നത് നീ കണ്ടില്ലേ? അന്നാതാഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യി വ യുമീത്. രാജ്യത്തിന്റെ ഭരണാധികാരിയായ നമ്രൂദിന്റെ മുന്നിൽ പോയി ഇബ്രാഹിം നബി പറയാണ്, എന്റെ റബ്ബാരാണെന്ന് അറിയാമോ? നീയല്ല റബ്ബ്, നീ ആരാധിക്കുന്നൊന്നുമല്ല റബ്ബ്. ആരാധനക്കർഹനായ എന്റെ റബ്ബ് യുഹ്യി വ യുമീത്, അവൻ ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ജയിലിൽ കിടന്നിരുന്ന രണ്ടാളുകളെ ചരിത്രം നമുക്കറിയാം. നമ്രൂദ് വിളിച്ചുകൊണ്ടുവന്നു. രാജ്യത്തെ ഭരണാധികാരിയായ നമ്രൂദ് ജയിലറയിൽ കഴിയുന്ന രണ്ടാളുകളെ വിളിച്ചിട്ട് ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു.
എന്തിനു പറഞ്ഞു? അന ഉഹ്യീ വ ഉമീത്, ഞാനും ഇതാ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ. അങ്ങനെയെങ്കിൽ എന്റെ റബ്ബ് കിഴക്ക് സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ്. നാളെ മുതൽ നീയാണ് റബ്ബെങ്കിൽ, നീ അല്ലാഹുവിനേക്കാൾ വലിയ ആളാണെങ്കിൽ, നീ ആരാധിക്കുന്നത് റബ്ബിനേക്കാൾ വലിയ ശക്തികളാണെങ്കിൽ, നാളത്തെ സൂര്യോദയം പടിഞ്ഞാറുന്നാകട്ടെ ഫബുഹിതല്ലദീ കഫർ, ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമിയായ ജനതയെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. നോക്കൂ, എല്ലാ ആളുകളോടും അദ്ദേഹം സംസാരിച്ചു. അതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരെന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണം എന്തായിരുന്നു? ഇബ്രാഹിമിനെ നമ്മൾ കൊന്നുകളയണം, അല്ലെങ്കിൽ ഇബ്രാഹിമിനെ തീയിലിട്ട് കരിച്ചു കളയണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ തീകുണ്ടത്തിലെറിയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഖുദ്സിന്റെ മണ്ണിലേക്ക്, ഇറാഖിലെ ബഗ്ദാദിന്റെ സമീപത്തുള്ള പുരാതന ഊർ നഗരത്തിൽ ഒരു വിഗ്രഹ നിർമ്മാതാവിന്റെ മകനായി ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ മൈലുകൾ താണ്ടി കാതങ്ങൾ സഞ്ചരിച്ച് ഫലസ്തീനിന്റെ ഖുദ്സിന്റെ മണ്ണിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി. അവിടെ നിന്ന് മക്കയിലേക്ക് വന്നു. മക്കയിൽ തന്റെ പ്രിയപ്പെട്ട പത്നിയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീണ്ടും ഖുദ്സിന്റെ മണ്ണിലേക്ക് യാത്ര പോയി. വീണ്ടും തിരിച്ചു വരുന്നു. കഅബാലയം നിർമ്മിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ അറുക്കാനുള്ള കൽപ്പന നിർവഹിക്കാൻ ഒരു മടിയുമില്ലാതെ ഇബ്രാഹിം നബി സന്നദ്ധമാകുന്നു. ഇബ്രാഹിം നബിയുടെ കുടുംബം ആ പരീക്ഷണത്തെ ഏറ്റെടുക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി സ്വന്തം മാപ്പയോട് സംവദിച്ചത് ഇബ്രാഹിം നബിക്ക് വീട് വിട്ടു പോകേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വീട് വിട്ടു പോകേണ്ടി വന്നത് തൗഹീദിനു വേണ്ടിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത് തൗഹീദിനു വേണ്ടിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത് എന്തിനാണ്? തൗഹീദിനു വേണ്ടിയാണ്. രാജാവിന്റെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നത് എന്തിനാണ്? തൗഹീദിനു വേണ്ടിയായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തീകുണ്ടത്തിലെറിയപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? തൗഹീദിനു വേണ്ടിയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് എന്തിനു വേണ്ടിയാണ്? തൗഹീദിനു വേണ്ടിയാണ്. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും മലർന്നു കിടന്ന് കരയാൻ മാത്രം അറിയാവുന്ന കുഞ്ഞുമകനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോയത് എന്തിനു വേണ്ടിയാണ്? തൗഹീദിനു വേണ്ടിയാണ്. ഞാൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള ത്യാഗോജ്വലമായ ജീവിതമാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിലെ, പ്രബോധന മാർഗത്തിലെ സമർപ്പണമാണ്, സഹനമാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിന് വിശാലമായ അർത്ഥമുണ്ട്. കറകളഞ്ഞ തൗഹീദിന്റെ ആ ഒരു അടിത്തറയുണ്ട്. അതിലടിയുറച്ചു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അതത്ര എളുപ്പമുള്ള കാര്യമാകണമെന്നില്ല. പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പലതരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ നോക്കൂ, നമ്മുടെ സമൂഹത്തെ നമ്മളതെടുത്ത് പരിശോധിച്ചാൽ ഇബ്രാഹിം നബി പരിചയപ്പെടുത്തിയ അല്ലാഹു ആരാണ്? ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദ് എന്താണ്? സൂറ ശുഅറയിലെ 75 മുതൽ 83 വരെയുള്ള ആയത്തുകൾ. ഖുൽ അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ? അൻതും വആബാഉകും അൽഅഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിക്കുന്ന ഈ വസ്തുക്കൾ. ഫഇന്നഹും മദ്ഹൂലി ഇല്ലാ റബ്ബൽ ആലമീൻ, അവരൊന്നും ആരാധിക്കാൻ കൊള്ളുന്നവയല്ല. പിന്നെയോ ആരെയാണ് ആരാധിക്കേണ്ടത്? റബ്ബുൽ ആലമീനെയാണ് ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച, എനിക്ക് മാർഗദർശനം നൽകിയ അല്ലാഹു. വല്ലദീ
വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്ന, എനിക്ക് വെള്ളം നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്റെ രോഗം സുഖപ്പെടുത്തുന്ന അല്ലാഹു. വല്ലദീ യുമീതുനി സുമ്മ യുഹയീൻ, എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ മരിപ്പിക്കുന്ന, പിന്നീട് പരലോകത്ത് വീണ്ടും എന്നെ ജീവിപ്പിക്കുന്ന എന്റെ റബ്ബ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, നാളെ പരലോകത്ത് ഏതൊരു റബ്ബാണോ എന്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ റബ്ബ്. റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹഖ്നി ബിസ്സാലിഹീൻ, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദാണ്. ആരാധിക്കണം? ഭക്ഷണം നൽകുന്നവനെ, വെള്ളം നൽകുന്നവനെ, നമ്മെ പടച്ചുണ്ടാക്കിയവനെ, നമുക്ക് ജീവൻ നൽകിയവനെ, നമ്മെ മരിപ്പിക്കുന്നവനെ, നമ്മെ നാളെ പരലോകത്ത് പുനർജീവിപ്പിക്കുന്നവനെ. ആരുടെ കയ്യിലാണോ പാപമോചനമുള്ളത് ആ റബ്ബിനെ ആരാധിക്കണമെന്നാണ്. രോഗമുണ്ടായാൽ സുഖപ്പെടുത്തുന്ന റബ്ബിനെ ആരാധിക്കണമെന്നാണ്. നമ്മുടെ നാട്ടിലോ സൃഷ്ടാവിൽ നിന്ന് ആളുകളെ സൃഷ്ടിപൂജയിലേക്ക് കൊണ്ടുപോകാൻ, സൃഷ്ടാവിൽ നിന്ന് ആളുകളെ സൃഷ്ടിപൂജയിലേക്ക് കൊണ്ടുപോകാൻ. അള്ളാഹു മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ മനുഷ്യരായ പടച്ചവന്മാരുമുണ്ട് എന്ന് ഒരു മടിയുമില്ലാതെ പച്ച മലയാളത്തിൽ പറയുന്ന ആളുകളെ നമ്മൾ കാണാം. കോഴിക്കോട് ജില്ലയിൽ മരിച്ചുപോയ CM മണവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് പറയാൻ മടിയില്ലാത്ത, ഭയമില്ലാത്ത ഒരു ഉമ്മത്ത് ഇവിടെ വളർന്നു വരുമ്പോ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് എത്ര വിദൂരതയിലേക്കാണ് ആളുകൾ പോയത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ആളുകൾ ഓഫർ ചെയ്യുന്നത്. ചില ജാറങ്ങളിൽ, ചില സിദ്ധന്മാരിൽ, ചില തങ്ങന്മാരിൽ, ചില ഓൺലൈൻ ആത്മീയ കച്ചവടക്കാരിൽ. എന്താ പറയുക, ഇവിടെ ഒന്നോളി, ഞങ്ങൾക്ക് ഗൂഗിൾ പേയിൽ പൈസ അയച്ചാൽ മതി. യൂട്യൂബ് ലിങ്കിന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ പേ നമ്പർ അതിങ്ങനെ പിൻ ചെയ്ത് വെച്ചത്, ഇതിലേക്ക് ഇങ്ങനെ 100 അയച്ചോ 1000 അയച്ചോ. ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന ആത്മീയ ചൂഷണം. 10 പെൺകുട്ടികളെ കല്യാണം കഴിച്ചെടുത്താൽ ആളുകളെ ശിർക്കിൽ നിന്ന്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ അതെങ്ങനെയാണ് ന്യായീകരണമാകും? സുഹൃത്തുക്കളെ, 100 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ അത് ശിർക്കിനുള്ള ന്യായീകരണമാണോ? 10,000 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ അല്ലാഹു ശിർക്കെന്ന പാപം പൊറുത്തു തരുമോ? എത്ര ഗൗരവമുള്ള തിന്മയാണത്, എത്ര ഗൗരവമുള്ള തിന്മയാണത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത മേഖലയാണ് തൗഹീദും ശിർക്കും എന്ന് പറയുന്നത്. തൗഹീദ് ഒരു കോംപ്രമൈസ്, നമുക്ക് ഏത് കാര്യത്തിലും കോംപ്രമൈസ് ആകാം, പക്ഷേ ഒരിക്കലും വിട്ടുവീഴ്ച പാടില്ലാത്ത മേഖല ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. അറിയോ, ഈ ഇബ്രാഹിം നബിയുടെ പിതാവ് നാളെ പരലോകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇബ്രാഹിം നബിയോട് ഈ വാപ്പ സംസാരിക്കുന്ന, എന്താ പറയാ, മോനെ ഇതാ ഞാൻ നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു. വാപ്പാനോട് പറയും, വാപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ദുനിയാവിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ തെറ്റിലേക്ക് പോകരുത്, നിങ്ങൾ എന്റെ വിളിക്കുത്തരം ചെയ്യണമെന്ന്. അപ്പോ വാപ്പ പറയും, മോനെ ഇതാ ഞാൻ നിന്റെ വിളിക്കുതാ ഞാൻ ഉത്തരം ചെയ്യും. ഇനി ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അപ്പ പറയുന്നുണ്ട്, അല്ലാഹുവേ നീ എനിക്ക് തന്ന ഒരു കരാറുണ്ട്. എന്താണ് ആ കരാർ? നിന്നെ ഞാൻ ഇഹലോകത്തും പരലോകത്തും നിന്ദിക്കുകയില്ല എന്ന ഒരു കരാർ. അതുകൊണ്ട് ആ കരാർ പാലിക്കണം. എന്റെ പിതാവ് ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും വലിയ നിന്മ എനിക്ക് എന്താണ്? അതുകൊണ്ടിതാ ഈ പരലോകത്തിന്റെ പിതാവിനെ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലാഹു അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഹറമത്തുൽ ജന്ന അലൽ മുശ്രിക് അലൽ കാഫിർ. തൗഹീദ് ഉൾക്കൊള്ളാത്തവന് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഖലീലുള്ളയാണ്, അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ്, അല്ലാഹു വിശേഷിപ്പിച്ച പ്രവാചകനാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിമാരിലെ ശ്രേഷ്ഠരായ മുർസലുകളിലെ ശ്രേഷ്ഠരായ ഉലുൽ അസ്മകളായ 5 നബിമാരാ. 5 നബിമാരിലെ ശ്രേഷ്ഠരായ ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയുമാണ്. ഇബ്രാഹിം നബിയേക്കാൾ ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയാണ്. ലോകത്തെ മനുഷ്യകുലമെടുത്താൽ മനുഷ്യകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 2ാമത്തെ ആളുടെ വാപ്പ നരകത്തിലേക്ക് പോകുന്നു. ഹദീസ് സ്വഹീഹായ ഹദീസ് നമ്മളെ പഠിപ്പിക്കണം.
എന്താ കാരണം? തൗഹീദിൽ മായം ചേർന്നു. അല്ലേ? നമുക്ക് ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കും, നമുക്ക് അസ്വസ്ഥതയാണ്. അങ്ങാടിയിൽ ഈ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? എന്തിനാ മുസ്ലിങ്ങൾ തർക്കിക്കുന്നത്? അല്ലേ? രാജ്യം വലിയ പ്രശ്നങ്ങൾ നേരിടല്ലേ? ഫലസ്തീനിൽ ആളുകള്, വിശ്വാസികൾ ബോംബിട്ട് കൊല്ലപ്പെടല്ലേ, കൊല ചെയ്യപ്പെടല്ലേ, എപ്പോഴും എന്ന് പറയണമെന്നാ? സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മായം ചേർന്നാൽ സ്വർഗ്ഗം അവൻക്ക് ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് സംഭവിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കപ്പെട്ടാൽ, തൗഹീദിൽ മായം ചേർന്നാൽ അവൻക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി. കൊലപാതകിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്, വ്യഭിചാരിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്, എന്താണ് മോഷണം നടത്തിയവന് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്, കവർച്ചക്കാരന് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്, അഴിമതിക്കാരന് സ്വർഗ്ഗത്തിൽ പോകാൻ അവസരമുണ്ട്. അയാളുടെ വിശ്വാസത്തിൽ ശിർക്കില്ലെങ്കിൽ, അയാൾ മുവഹ്ഹിദാണെങ്കിൽ, ഒന്നുകിൽ അല്ലാഹു തെറ്റ് വിട്ടുവീഴ്ച ചെയ്തെടുത്ത് നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം. സ്വർഗ്ഗം ഹറാമാകുന്നവനാരാണ്? സ്വർഗ്ഗം ഹറാമാകുന്നവനാരാണ്? തൗഹീദിൽ കളങ്കപ്പെട്ടവനാണ്. അല്ലാഹു നൽകേണ്ട ആരാധനകളുടെ ഏതെങ്കിലും ഒരംശം അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാലാണ്. അത് കല്ലിനാകാം, ജാറത്തിനാകാം, അല്ലെ? അത് മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളുടെ അടുത്ത് സ്ഥാപിക്കപ്പെട്ട തഴച്ചു വളർന്ന പുണ്യം കൽപ്പിക്കപ്പെടുന്ന മരത്തിനാകാം, ജാറങ്ങളുടെ അടുത്തുള്ള പുണ്യമരത്തിനാകാം. ഏതിനായിരുന്നാലും ശരി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുത്ത ഗൗരവം എത്രയാണ്! ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് പ്രവാചകൻ തയ്യാറായിട്ടില്ല. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരിച്ചു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം മരിച്ചെന്ന് ചരിത്രം നമുക്കറിയില്ലേ? അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. ആളുകൾ പറഞ്ഞു, നബിയുടെ കുട്ടി മരിച്ചപ്പോ പ്രകൃതി പോയി, പോയി. നമ്മുടെ നാട്ടിൽ പറയാൻ ആൾക്കാർ, മറ്റാള് മരിച്ചപ്പോ മഴ പെയ്തു, ഭയങ്കര മഴ പെയ്തില്ലെങ്കിലോ അതും സംഭവമാണ്. അല്ലേ? എല്ലാ വ്യക്തികളിലേക്ക് ചേർത്തിട്ട ആ ഉസ്താദ്, ആ തങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തെന്ന് പറയും? മിമ്പറിലേക്ക് കയറി നിന്നു, ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്. സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ആയത്തുകളാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. അതാരുടെയെങ്കിലും ജനനത്തിനോ മരണത്തിനോ വേണ്ടിയല്ല അവർക്ക് ഗ്രഹണം സംഭവിക്കുന്നത്, അത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. പ്രവാചകന്റെ മകനും പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയൊരു വാചകം വിശ്വാസിയുടെ ഭാഗത്തു നിന്ന്, മുവഹ്ഹിദിന്റെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്ത ഒരു പരാമർശം പ്രവാചകന്റെ സ്വഹാബയിൽ നിന്നുണ്ടായപ്പോ പ്രവാചകൻ തിരുത്തി, അത് പറയരുതെന്ന് പറഞ്ഞു. അല്ലേ? നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കല്യാണത്തിന് പോയി. കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, പല പല പാട്ടുകൾ പാടി അവര് ദഫ് മുട്ടുന്നുണ്ട്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പാട്ടിൽ നിന്നൊരു വരി കേൾക്കുകയാണ്. അവരുടെ ഒരു പെൺകുട്ടി പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളത്തെ കാര്യം അറിയാവുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലേ? നാളത്തെ കാര്യം അറിയും, മറ്റന്നാളത്തെ കാര്യം അറിയും, അദൃശ്യം അറിയും. അല്ലേ? ഇവിടുന്ന് വിളിച്ചാലും ബഗ്ദാദിലുള്ള മുഹ്യിദ്ദീൻ ശൈഖ് കേൾക്കുമെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസം. പ്രവാചകൻ എന്താ പറഞ്ഞു? എനിക്ക് നാളത്തെ കാര്യം അറിയുമെന്നാണോ? ലാ യഅലമു മൻ ഫിൽ അർളി പിന്നെ അൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാ ഭൂമിയിൽ അദൃശ്യമറിയാവുന്ന ആരുമില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു അദാ. നാളെ എന്ത് നടക്കുമെന്ന് അല്ലാഹുവിന്റെ മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ മഫാത്തിഹുൽ ഗൈബിൽ, അല്ലാഹുവിന്റെ അദൃശ്യത്തിന്റെ താക്കോലുകൾ അല്ലാഹുവിന്റെ അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ അത് പാടല്ലേ, ചെറിയ കുട്ടികളല്ലേ, സാരല്ല, പാടിക്കോട്ടെ, പിന്നെ തിരുത്താം. നബി അത് ചിന്തിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നേക്ക് മാറ്റി വെച്ചില്ല. ദഈഹാദാ വഖൂലി മാ കുന്തി തഖൂലി. മുമ്പ് പാടിയിരുന്ന പാട്ടൊക്കെ നീ പാടിക്കോ മോളെ, ഇത് നീ പറയാൻ പാടില്ല. നാളത്തെ കാര്യം ഒരു നബിക്കും അറിയില്ല, ഒരു വലിയനും അറിയില്ല. അദൃശ്യമായ മറഞ്ഞ കാര്യം ഒരു പ്രവാചകനും അറിയില്ല, ഒരു വലിയനും അറിയില്ല. അത് അല്ലാഹുവിന്റെ അദൃശ്യജ്ഞാനത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. പ്രവാചകൻ ഏതെങ്കിലും ഒരു കാര്യം ഭാവി പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, അദൃശ്യകാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണോ അല്ലാഹു വഹ്യായി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ സാധിച്ചിട്ടുള്ളൂ.
പ്രവാചകൻ അത് തിരുത്തുന്നു. സൂറത്തുൽ കാഫിറൂൻ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. കാഫിറൂൻ ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ നിരന്തരമായി ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവര് അവസാനം പ്രവാചകനെതിരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം മക്കയിലെ ഖുറൈശികൾ ഒരു സമവായത്തിലെത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മുഹമ്മദ്, നീ പറയുന്നത് പോലെ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നീ അടക്കം ആരാധിക്കണം. ആരാധിക്കണമെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ മതി, ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ മതി. ഖുർആൻ ആയത്തിറങ്ങി. എന്താ ഇറങ്ങിയത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ അവിശ്വാസികളെ, ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. വല അൻതും ആബിദൂന മാ അഅബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വല അന ആബിദും മാ അബദതും വല അൻതും ആബിദൂന മാ അഅബുദു. പ്രവാചകന്റെ നിലപാട് തിരിച്ചും മറിച്ചും ആവർത്തിച്ചു പറയാൻ വിശുദ്ധ ഖുർആൻ പറയണം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസത്തിൽ മായം ചേർക്കാൻ, തൗഹീദിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശ്വാസത്തിൽ മായം ചേർക്കാൻ പാടില്ലെന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ധാരാളം സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യുദ്ധത്തിന് പോകുമ്പോ എന്താ അവിടെ അവിശ്വാസികളായ മുശ്രിക്കുകളായ ഒരു ഒരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ വാള് തൂക്കി, ആ മരത്തിന് വാള് നോക്കിയിട്ട് എടുത്തുപോയാല് യുദ്ധം ജയിക്കുമെന്നാണ്. അപ്പൊ സ്വഹാബിമാരിൽ ചില ആൾക്കാർ നബിനോട് പറഞ്ഞു, നബിയെ ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, നബി അവർക്ക് ദാതു അൻവാത്ത് എന്ന മരമുണ്ട്, നമുക്ക് അങ്ങനത്തെ ഒരു മരം ഇല്ല, ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു മരം വേണം. ആലോചിക്കണം. കുടിമരങ്ങളും ഇവിടെ കുടിമരങ്ങൾക്ക് ബറക്കത്താണ്, ഇവിടെ ജാറത്തിന്റെ അടുത്ത മണ്ണിന് ബറക്കത്താണ്, ഇവിടെ ജാറത്തിന്റെ മുകളിലെ തുണിക്ക് ബറക്കത്താണ്, അല്ലേ? പച്ചപ്പട്ടിന്റെ കീറക്കഷ്ണത്തിന് ബറക്കത്താണ്. ഇവിടെ 2 രൂപയുടെ നൂല് മന്ത്രിച്ചൂതി 1000-നും 10,000-നും വിറ്റ അതിന് ബറക്കത്താണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? നിങ്ങൾക്കും ഒരു മരം തരാന്ന്, നിങ്ങൾക്കും ബറക്കത്തെടുക്കാൻ. ബറക്കത്ത് തന്നാ അല്ലാഹുവിന്റെ അടുത്ത് കിട്ടുന്നതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതറിയോ? മൂസാ നബിയോട് അവിടുത്തെ ജനങ്ങൾ മൂസാ നബിയുടെ സമൂഹം ചോദിച്ചതുപോലെയാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? മൂസാ നബിയുടെ ജനത എന്താ പറഞ്ഞത്? ബനി ഇസ്രായേലുകാര് പ്രവാചകരെ മൂസാ നബിയോട് പറയണം, അവർക്ക് പല ആരാധ്യന്മാരുള്ളത് കൊണ്ട് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്ക് കണ്ട് ആരാധിക്കാൻ ഞങ്ങൾക്കും ഒരാരാധന തരൂ, അല്ലല്ലാത്ത ഒരാരാധന ഞങ്ങൾക്കും വേണമെന്ന് മൂസാ നബിയോട് അവിടുത്തെ ജനത ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ എന്നോടും ആവശ്യപ്പെടുകയാണോ? അല്ലേ? ഇത് ഒരിക്കലും മതത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തൗഹീദിന് വിരുദ്ധമാണ്. വിശ്വാസി എവിടെ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത്? വിശ്വാസി ആരോടാണ് സഹായത്തിനായി അർത്ഥിക്കേണ്ടത്? അല്ലാഹുവിനാണ്, റബ്ബിനോട് മാത്രമാണ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായിരുന്നാലും ശരി. അതാണ് തൗഹീദ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. കപ്പല് അപകടത്തിൽപ്പെട്ടാങ്ങള് വലിയനെ വിളിച്ചോ എന്ന് ഇവിടെ പച്ചക്ക് പഠിപ്പിക്കപ്പെടുകയാണ്. വിമാന അപകടത്തിലേക്ക് പോയാ നിങ്ങൾ വലിയനെ വിളിച്ചോ എന്ന് ഇവിടെ പച്ചക്ക് പഠിപ്പിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നിങ്ങള് വലിയനോട് പ്രാർത്ഥിച്ചോളെന്ന് പറയാണ്. ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. പണ്ടൊക്കെ സഹായം തേടിയെന്ന് പ്രാർത്ഥിച്ചു എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. സഹോദരങ്ങളെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. അഖീദ എന്ന് പറഞ്ഞാൽ മറ്റെന്തിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആകാം. നമ്മൾ തിരിച്ചാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭൗതിക കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ്മെന്റിന് കഴിയും, തയ്യാറല്ല. അല്ലേ? നിസ്സാര കാര്യങ്ങൾക്ക് ആളുകൾ തെറ്റാ. നിസ്സാര കാര്യങ്ങൾ ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും മസിൽ പിടിച്ചു. ഈഗോ സമ്മതിക്കൂല. ഞാൻ താഴ്ന്നെടുത്ത പ്രശ്നം. ഭാര്യനോട് തെറ്റണം അങ്ങനെ, മക്കളോട് തെറ്റണം അങ്ങനെ, അയൽവാസികളോട് തെറ്റണം അങ്ങനെ. ചെറിയ കാര്യത്തിൽ വാശി അല്ലേ? ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് ഒരു ലേശം കൂടിയാലോ കുറഞ്ഞാലോ വരെ പ്രശ്നമാക്കുന്ന ആൾക്കാരാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ ഇങ്ങനെ കൈക്കോട്ടെ.
അതിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണ്. സുഹൃത്തുക്കളെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത മതമാണ്, പ്രത്യേകിച്ച് തൗഹീദാണ്, അഖീദയാണ്. അത് ദീനിന്റെ അടിത്തറയാണ്. അത് സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമാണ്. നിങ്ങൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? എന്തുമാത്രം വലിയ പീഡനങ്ങൾക്കാണ് മഹാനായ ഇമാം അഹ്ലുസ് സുന്ന എന്ന് ലോക ചരിത്രം വിളിക്കുന്ന, ലോകം കണ്ട ഇസ്ലാമിക പണ്ഡിതന്മാരിലെ ഒന്നാം നിരയിലെ മഹാനായ പണ്ഡിതൻ എന്തൊക്കെ പീഡനങ്ങളാണ് നേരിട്ടത്. ചാട്ടവാറുകൊണ്ട് അടിയേറ്റ്, കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിപ്പിച്ചു, നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും ഭരണകൂടം പറഞ്ഞിടത്തുണർന്നു. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴാ രാജാവ് മഅ്മൂൻ, ഖലീഫ് മഅ്മൂൻ വധിക്കാൻ തീരുമാനിച്ചു, ഉത്തരവിട്ടു. വധിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മഅ്മൂൻ മരിച്ചു. ചാട്ടവാറുകൊണ്ട് അടിയേറ്റ്, പൊരിവെയിലത്ത് നിർത്തി അടിയേറ്റ് വീണ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന് ആരോ കുറച്ച് വെള്ളം കൊടുത്തു പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. ക്രൂരമായ പീഡനങ്ങൾക്കാണ് വിധേയമായത്. എന്താ വിഷയം? രാജാവ് ഭരണാധികാരി മുഅ്തസില ചിന്തയിലാണ്. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന ഭരണാധികാരി പറഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സംസാരമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. നമ്മളൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. സ്വർഗവും നരകവും അർശും കുർസും ഭൂമിയും ആകാശവും മലക്കുകളും ജിന്നുകളും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആനും അല്ലാഹുവിന്റെ സംസാരമാണ്, കലാമാണ്. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഇസ്ലാമിന്റെ വിശ്വാസമാണ്. രാജാവ് എന്തൊക്കെ ഓഫറുകൾ കൊടുത്തു, എന്തെല്ലാം ഓഫറുകൾ ഭരണാധികാരികൾ കൊടുത്തു. ഞാൻ പറഞ്ഞിടത്ത് നിന്നാൽ എന്തൊക്കെ തരാമെന്നായി മാഹിമനോട് പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചിന്തിക്കും, ഒന്ന് സൃഷ്ടിയാണെന്ന് പറഞ്ഞപ്പോ എന്താ? അള്ളാന്റെ സംസാരാണോ അള്ളാന്റെ സൃഷ്ടിയാണോ? ഇത്ര നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണോ? അല്ലേ? നിങ്ങൾ ഇമാം അഹ്മദിനെ കുറിച്ച് നമ്മളാണെങ്കിൽ ചിന്തിക്കും. പക്ഷെ ഇത് ദീനാണ്. ദീനിന്റെ അഖീദയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ദീനിന്റെ വിശ്വാസത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ദീനിന്റെ അടിത്തറയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്ന സംഗതിയില്ല. എല്ലാവർക്കും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓരോ നാട്ടിൽ പോയാലും അവർക്ക് വേണ്ടി, അത് ഭാര്യയ്ക്ക് വേണ്ടി യാത്രത്തിന് പോയി കൊടുത്തു, വീട്ടിലേതോ മുതിർന്ന കാരണവർക്ക് വേണ്ടി മറ്റേ തങ്ങളെടുത്തു പോയി, അല്ലേ? നാട്ടുകാരെല്ലാരും എതിർക്കൊന്ന് മേടിച്ചിട്ട് വീട്ടിൽ മൗലൂദ് കഴിച്ചു. എന്നിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ചെല്ലുകയാണ്, സയ്യിദി ഖൈറൻ നബി, നബിയെ രക്ഷിക്കണേ, പാപങ്ങൾ പുറത്തേറി. പച്ചയായ സുഹൃത്തുക്കളെ, നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത്. ഒരു നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യത്തിൽ ദീർഘനാൾ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റുവാങ്ങി മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് എന്തിനു വേണ്ടിയാണ് ഒരാദർശത്തിൽ അടിയുറച്ചുന്നത്? അഖീദയിലെ പ്രശ്നം അത് ഗൗരവമുള്ളതാണ്, പരലോകം നഷ്ടപ്പെടുത്താനുള്ളതാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും അഹദ് അഹദ് അഹദ്, അല്ലാഹു അഹദാണെന്ന് പ്രഖ്യാപിച്ച് ഉമയ്യത്തിന് വഴങ്ങിക്കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? തൗഹീദ് പ്രധാനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രധാനമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഒരിക്കൽ കൂടി അനുസ്മരിക്കുമ്പോൾ മഹാനായ ആ പ്രവാചകന്റെ മില്ലത്ത് തൗഹീദാണ്, ആ മാർഗത്തിലെ ത്യാഗമാണ്. ആ മില്ലത്ത് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന്, നമ്മുടെ വിലപ്പെട്ട സദഖയിൽ നിന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം മഗ്‌രിബ് നമസ്കാര ശേഷം വെളത്തൂർ സുഹൃത്തുക്കൾ വെച്ച് ഒരു വൈജ്ഞാനികമായ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിയുന്ന ആളുകളെല്ലാം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണ്. മഹാനായ പ്രവാചകന്റെ മില്ലത്ത് അനുധാവനം ചെയ്ത് ജീവിക്കാൻ, പിന്തുടർന്ന് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ പഠിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു വലിയ ആരാധനയാണ്
ഉളുഹിയ്യത്ത്. അപ്പൊ ഈ ഒരു നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ദീർഘമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഫസല്ലി റബ്ബിക വൻഹർ. അള്ളാന്റെ അനുഗ്രഹം കിട്ടിയാൽ തിരിച്ചെങ്ങനെ അള്ളാഹിനോട് നമ്മൾ നന്ദി കാണിക്കാം? ഒന്ന് നിസ്കാരാണ്, രണ്ട് ബലി അർപ്പിച്ചുള്ളത്. അതിങ്ങനെ ഏതൊക്കെയോ സമൂഹത്തിലെ കുറച്ച് ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് വലിയ ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത്. അല്ലെ, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ആർക്കെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ ശേഷിയുണ്ടായിരുന്നിട്ടും അതവൻ അറുക്കുന്നില്ലെങ്കിൽ എന്റെ മുസല്ലയിലേക്ക് അവൻ വരണ്ട എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അത്ര ഗൗരവമുള്ള, അത്ര പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിആറാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അത് എല്ലാവരും അത്തരം കാര്യം ചെയ്യാൻ ഈ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പൊ ചിന്തിച്ചാലേ നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ആടിനെ അറുക്കാം, ഒരു വയസ്സായ ഒരാടിനെ അറുക്കാം. എത്ര വലുപ്പമാണെന്നുള്ളത് ഒരു വയസ്സായ അതിന്റെ സിഫത്തുകളൊക്കെ, ചെവി കീറാൻ പാടില്ല, കൊമ്പ് പൊട്ടാൻ പാടില്ല, തളർന്ന് ക്ഷീണിച്ചതാകാൻ പാടില്ല, കണ്ണിന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിബന്ധനകളേ ഉള്ളൂ പാലിക്കപ്പെടുന്ന ഒരാൾ. അല്ലെങ്കിൽ 7 ആള് കൂടി ഒരു മാടിനെ അറുക്കാം. 7 ആൾക്ക് ഷെയറാവാം ഒരു മാടിന്. നമ്മുടെ നാട്ടിൽ പോത്തോ അല്ലെങ്കിൽ പിന്നെ കാളകൾ, ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് അറുക്കപ്പെടാറുള്ളത്. 7 ആള് കൂടി നമ്മളെ കൊണ്ട് താങ്ങുന്ന ഒരു സംഖ്യയിൽ കൊടുത്താൽ മതി. അപ്പൊ അതിന് കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യണം. അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എനിക്ക് കഴിയോ? അപ്പൊ മഹലിൽ കുറെ അറുക്കുണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. അതിൽ എല്ലാവരും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്, ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ചില മര്യാദകളുണ്ട്. നമുക്കറിയാം, ദുൽഹിജ്ജ 1 മുതൽ അറുക്കാൻ തീരുമാനിച്ച ആള് അറുക്കുന്നത് വരെ നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ചില മര്യാദകൾ അതിലുണ്ട്. അതുപോലെ തന്നെ അറിവിന്റെ സമയം നമസ്കാരത്തിന് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് നേരെ പോയി അറുത്ത് ആ ഭക്ഷണമാണ് ബലിപെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ നബി മുസല്ലയിലേക്ക് ആ ഭക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര കണ്ടത് പ്രായോഗികമാണ്. നമുക്ക് അപ്പറുത്താൽ തന്നെ നമുക്ക് ആ ഭക്ഷണം കഴിക്കുക, അങ്ങനെ നേരിട്ട് കഴിക്കുക എന്നുള്ളതിന് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. 1-ാമത്തെ ദിവസം തന്നെ അറുക്കണമെന്നില്ല. അയ്യാമത്തെ ശരീരത്തിലെ ഏത് ദിവസവും അറുക്കാം. നന്മയിൽ ധൃതിപ്പെടുക എന്ന ഒരു ഇത് വെച്ച് പണ്ഡിതന്മാർ കഴിയുന്നത്ര നേരത്തെ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ അയ്യാമത്തെ ശരീരത്തിലെ 2-ാമത്തെ ദിവസം അറുത്താലും 3-ാമത്തെ ദിവസം അറുത്താലും പ്രതിഫലത്തിൽ ഒട്ടും കുറവ് വരികയില്ല. ആ ഉളുഹിയ്യത്തിൽ അതേ കൂലി നമുക്ക് കിട്ടും. അതിൽ നമുക്കൊരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വലിയൊരു പുണ്യാണ്. ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സംഘടിതമായി ഇവിടെ ചെയ്യുന്നുണ്ട്. കഴിയുന്ന ആളുകൾക്കൊക്കെ അതിൽ പങ്കാളികളാവാം. അല്ലെങ്കിൽ എവിടെയാണോ അവനവന്റെ നാട്ടിൽ അങ്ങനെ അവിടെ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനും അതുവഴി അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരന്റെ ഉമ്മക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗീയമാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.